ഈതൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഞണ്ട് കൊണ്ടൊരു സ്നാക്സ് ആണ്. അതിനായി ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച ഞണ്ടിറച്ചി, സബോള പൊടിയായി അരിഞ്ഞത്, തേങ്ങ കൊത്തി അരിഞ്ഞത്, ഇഞ്ചി, പെരിഞ്ചീരകം, ഏലക്ക, ഗ്രാമ്പു, പട്ട. ഇതിനി എങ്ങനെ തയ്യാറാക്കാമെന്ന് കൂടി നോക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി കൊത്തിയരിഞ്ഞത്, തേങ്ങ കൊത്തിയരിഞ്ഞത്, സബോള കൊത്തിയരിഞ്ഞത്, നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം. അല്പം ഉപ്പ്, നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിഞ്ച് പെരിഞ്ചീരകം, ഏലക്ക, പട്ട, ഗ്രാമ്പു പൊടിച്ചത്, ഞണ്ടിൻ്റെ ഇറച്ചി, നല്ലതുപോലെ ഒന്നടി വന്നിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാലപ്പൊടി, ഉപ്പിട്ടാണ് ഞണ്ട് വേവിച്ചെടുത്തത്. അതുകൊണ്ട് അധികം ഉപ്പ് ചേർക്കേണ്ടതില്ല. ഉള്ളി വാടുവാൻ ആവശ്യമായ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇത് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് വാങ്ങി മാറ്റി വെക്കാം. ഗോതമ്പ് പൊടി, അരിപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി, ചൂടുവെള്ളം, നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ഉരുളകളാക്കി എടുക്കുക. ആ ഉരുളകൾ കട്ടി കുറച്ച് പരത്തിയെടുക്കുക. അതിലേക്ക് ക്രാബ് ഫ്രൈ ചെയ്തത് വെച്ച് കൊടുക്കാം. ഇതിനെ ഒന്ന് മടക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് ഒന്ന് കണ്ടിച്ചു കൊടുക്കാം. എല്ലാം ഒന്ന് ഇതുപോലെ ചെയ്തെടുക്കാം. എല്ലാം അങ്ങനെ നല്ലപോലെ റോള് ചെയ്തെടുത്തിട്ടുണ്ട്. അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോന്നായി റോളുകൾ വെച്ച് കൊടുക്കാം. ഒരു സൈഡ് അങ്ങനെ നല്ലതുപോലെ മൊരിഞ്ഞു വന്നപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം അങ്ങനെ അതേപോലെ വറുത്ത് കോരിയെടുക്കാം. വളരെ നല്ല ടേസ്റ്റിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ് ക്രാബ് സ്റ്റിക്കി സ്നാക്സ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ക്രിസ്പിയാണ്, സ്പൈസിയുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്